നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഈ വെളിപ്പാട് പുസ്തകത്തിലെ 2-ാമത്തെ അധ്യായത്തിൻ്റെ പഠനത്തിലേക്ക് പ്രവേശിക്കാം. ദൈവമായ കർത്താവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായിരിക്കണമേ. എല്ലാം അങ്ങയുടെ മഹത്വത്തിനായി മാത്രം തീരണമേ. ആമേൻ. ബൈബിളിലെ 66-ാമത്തെ പുസ്തകത്തിലെ ടൈറ്റിൽ പരിചയപ്പെടുത്തിക്കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട് എന്ന് തുടങ്ങുന്ന വെളിപ്പാട് പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് യേശു കർത്താവ് ഒരു ദൂതൻ വഴി ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തമായി അന്നത്തെ റോമൻ ഗവൺമെൻറ്റിൻ്റെ അധീനതയിൽ ഉള്ള പത്മോസ് എന്ന ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ട കർത്താവിൻ്റെ പ്രിയ ശിഷ്യനായ വിശുദ്ധ യോഹന്നാനെ പ്രദർശിപ്പിച്ചു എന്ന് നാം വായിക്കുന്നു. 1-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ താൻ ആത്മവിവശനായി എന്നും താൻ കാണുന്നത് ഒരു പുസ്തകത്തിലെഴുതി എഫസോസ്, സ്മുർന, പെർഗമോസ്, തുയഥൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്നീ 7 സഭകൾക്കും അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്തവണ്ണം ഒരു മഹാനാദം തൻ്റെ പുറകിൽ കേട്ടു എന്ന് വായിക്കുന്നു. വെളിപ്പാട് 1-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിപ്പാനുള്ളതും. 1-ാം അധ്യായത്തിൽ നാം തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെ കാണുന്നു. 1-ാം അധ്യായം കണ്ടതിനെ പ്രതിനിധീകരിക്കുന്നു. ഇപ്പോൾ ഉള്ളത് 7 സഭകൾക്ക് ഉള്ള ദൂതാണ്. ആ ദൂതുകൾ ആണ് അടുത്ത ആഴ്ചകളിൽ നാം പഠിക്കാൻ പോകുന്നത്. ഇനിയും സംഭവിപ്പാനുള്ളത് വെളിപ്പാട് പ്രവചനങ്ങൾ ആണ്, ഭാവിയിൽ സംഭവിപ്പാൻ ഉള്ള സംഗതികൾ. ക്രിസ്തുവിന് ഒരു വിശ്വാസിയിൽ നിന്നും സഭകളിൽ നിന്നുമുള്ള കാഴ്ചപ്പാടുകൾ എന്താണ് എന്ന് ഈ കത്തുകൾ പ്രതിഫലിക്കുന്നു. എന്തുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങൾ, അതായത് സഭകൾക്ക് ഉള്ള ദൂതുകൾ, നമ്മുടെ സഭകൾ വളരെയധികം സമയമെടുത്ത് പഠിക്കേണ്ട ദൂതുകളാണ് എന്ന് നമുക്ക് ഒന്ന് ചിന്തിച്ചു നോക്കാം. ഒന്നാമതായി, ഈ എഴുത്തുകൾ ആത്മീക വിശ്വസ്തതയെക്കുറിച്ച് കാലാതീതമായ സന്ദേശങ്ങൾ ക്രിസ്തു തൻ്റെ സഭകൾക്ക് നേരിട്ട് നൽകുന്നതാണ്. വ്യക്തിപരമായ തിരിച്ചറിവുകൾ, ആത്മീക വെല്ലുവിളികൾ, മുന്നറിയിപ്പുകൾ എന്നിവ വിശ്വാസികൾക്ക് പകരാനായി സഭയുടെ നടുവിൽ കൂടി നടക്കുന്ന യേശു കർത്താവിനെ നാം ഇവിടെ കാണുന്നു. പ്രൈസ് ദി ലോർഡ്. രണ്ടാമതായി, ഏഷ്യ മൈനറിലുള്ള 7 സഭകൾക്ക് നൽകുന്ന ഈ എഴുത്തുകൾ ആ കാലഘട്ടത്തിലെ സഭകൾക്ക് മാത്രമല്ല, അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്ന പെന്തിക്കോസ്ത് നാൾ മുതൽ ഇന്ന് ലോകത്തിൽ നാം കാണുന്ന സഭകളെയും, ഭാവിയിൽ ഉത്പ്രാപനം അഥവാ റാപ്ചർ സംഭവിക്കുന്നതുവരെ ഉള്ള ഭൂമിയിലെ സഭകളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രായോഗികമായ ദൈവവചനം ദൈവമക്കൾക്ക് പകരുന്നതാണ്. ഇതിൽ ഇപ്പോഴത്തെ നമ്മുടെ സഭകളും ഉൾപ്പെടുന്നു എന്ന സത്യം നാം മറക്കരുത്. ചരിത്രത്തിൽ ഉടനീളം ഇന്നുവരെയും ഇനിയും ഭൂമിയിൽ വരുവാനുമുള്ള എല്ലാ വിശ്വാസികൾക്കും സഭകൾക്കും ബാധകമായ വിട്ടുവീഴ്ചകൾ, ലൗകിക താൽപ്പര്യങ്ങൾ, വിശ്വാസങ്ങൾ, പരീക്ഷണങ്ങളെ നേരിടുവാനുള്ള പ്രോത്സാഹനങ്ങൾ, മറ്റു വെല്ലുവിളികൾ എന്നിവയെക്കുറിച്ചുള്ള ഉപദേശങ്ങളും ഇതൊക്കെ തരണം ചെയ്യുവാനുള്ള പ്രോത്സാഹനങ്ങളും ഈ എഴുത്ത് നമുക്ക് നൽകുന്നു. ഈ 7 സഭകളും ക്രിസ്തീയ സഭയുടെ ചരിത്രത്തിലുള്ള കാലഘട്ടങ്ങളിലെ സദൃശമായി പ്രതിനിധീകരിക്കുന്നുവെന്ന് ചില വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. മൂന്നാമതായി, ന്യായവിധിക്കോ വിടുതലിനോ വേണ്ടിയുള്ള ക്രിസ്തുവിൻ്റെ ഭൂമിയിലേക്കുള്ള 2-ാമത്തെ വരവിനെക്കുറിച്ച് ഉള്ള പരാമർശങ്ങൾ, അതിനുള്ള കാത്തിരിപ്പിൻ്റെ അടിയന്തരാവസ്ഥ, ഭാവിയിൽ വിശ്വാസികൾക്ക് ലഭിക്കാൻ പോകുന്ന മഹത്തായ പ്രതിഫലങ്ങൾ, വാഗ്ദാനങ്ങൾ, നിത്യജീവൻ, ഇവയെല്ലാം ഈ എഴുത്തുകളിൽ ഉൾപ്പെടുന്നു. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 1 മുതൽ
7 വരെ ഉള്ള വാക്യങ്ങളിൽ കാണുന്ന എഫസോസ് എന്ന സഭയ്ക്കുള്ള ദൂതാണ് നാം ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഇന്നത്തെ മോഡേൺ ടർക്കിയിൽ അജിയൻ കടൽ തീരത്ത് എസ്മിർ പ്രൊവിൻസിൽ സെൽച്ചുക്ക് എന്ന പട്ടണത്തിൻ്റെ അടുത്താണ് എഫസിസ് എന്ന പുരാതന പട്ടണത്തിൻ്റെ അവശിഷ്ടങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ദ ലൈബ്രറി ഓഫ് സെൽസസ്, എ ഗ്രാൻഡ് ആംഫി തിയേറ്റർ, ദ ടെമ്പിൾ ഓഫ് ആർടെമിസ്, ഇവയുടെയൊക്കെ വെൽ പ്രിസർവ്ഡ് ആയിട്ടുള്ള അവശിഷ്ടങ്ങളുള്ള ഈ സ്ഥലം ഇന്ന് ഒരു പോപ്പുലർ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. പൗലോസ് അപ്പോസ്തോലൻ, അപ്പല്ലോസ്, തീമത്തിയോസ്, വിശുദ്ധ യോഹന്നാൻ ഇവരെല്ലാം അന്നത്തെ എഫസോസിലെ സഭയുടെ സ്ഥാപനത്തിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഏകദേശം AD 60-62 കാലയളവിൽ അപ്പോസ്തോലനായ പൗലോസ് റോമൻ കാരാഗൃഹത്തിൽ വെച്ച് എഫസോസിൽ ഉള്ള സഭയ്ക്ക് എഴുതിയ ലേഖനം ഈ പഠനത്തിൻ്റെ കൂടെ വായിക്കുന്നത് വളരെ ഉചിതമാണ്. മതപരമായി വളരെ പ്രാധാന്യമുള്ള ഈ പട്ടണത്തിൽ ഗ്രീക്കുകാർ അർത്തമീസ് എന്ന് വിളിച്ചിരുന്ന എഫസിസിലെ ദേവിയുടെ ക്ഷേത്രം പുരാതന കാലത്ത് ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നായി കണക്കാക്കിയിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൽ എഫസസിലെ ആർത്തമീസ് ദേവിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഡയാന എന്ന ആ ദേവിയുടെ ബിംബങ്ങളും രൂപങ്ങളും ഉണ്ടാക്കി വിൽക്കുന്നത് അന്നത്തെ വലിയ ഒരു കച്ചവടമായിരുന്നു. എഫസോസ് സഭയ്ക്കുള്ള ഈ എഴുത്തിൽ കർത്താവ് ആദ്യം അവരെ അനുമോദിക്കുകയും പിന്നെ അവരെ ശാസിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 1-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. എഫസോസിലെ സഭയുടെ ദൂതനെ എഴുതുക, 7 നക്ഷത്രം വലം കൈയിൽ പിടിച്ചും കൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്. 7 നക്ഷത്രം വലം കൈയിൽ പിടിച്ചും കൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്ന യേശു കർത്താവ് എഫസോസിലുള്ള സഭയെ വായിച്ചു കേൾപ്പിക്കാൻ വേണ്ടി അവിടുത്തെ മൂപ്പന് കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ് ചാപ്റ്റർ 2:1-7 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. 7 നക്ഷത്രങ്ങൾ 7 സഭകളുടെ മൂപ്പന്മാരാകുന്നുവെന്നും 7 നിലവിളക്ക് 7 സഭകളാകുന്നു എന്നുമുള്ള മർമ്മങ്ങൾ കർത്താവ് തന്നെ വിശുദ്ധ യോഹന്നാന് പറഞ്ഞു കൊടുക്കുന്നത് നാം റെവലേഷൻ 1 ചാപ്റ്റർ വേഴ്സ് 20 പഠിച്ചല്ലോ. അതായത് ഈ സഭകളെ പ്രതിനിധീകരിക്കുന്ന 7 നിലവിളക്കുകളുടെ നടുവിൽ കൂടി കർത്താവ് നടക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു: ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവൻ ആകും. സഭകൾ വെളിച്ചം പരത്തുന്നില്ല എങ്കിൽ അത് ഇരുട്ടുള്ള സ്ഥിതിയിൽ മാറും. നമ്മുടെ സഭകളുടെ വിളക്കുകൾ കത്തുന്ന നിലവിളക്കുകളാകണമെങ്കിൽ അവിടെ സുവിശേഷ പ്രകാശനം വേണം. പ്രാർത്ഥന, ആരാധന, കൂട്ടായ്മ, പരോപകാരം ഇതെല്ലാം അതിൽ ഉൾപ്പെടുന്നു. നമുക്ക് 2-ാം അധ്യായം 2 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ഞാൻ നിൻ്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തോലന്മാർ അല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തോലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമം നിമിത്തം നീ സഹിച്ചതും വളർന്നു പോകാത്തതും ഞാൻ അറിയുന്നു. എല്ലാ സഭകളോടും കർത്താവ് പറയുന്ന ഒരു വാക്യം ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു എന്നാണ്. ഐ നോ യുവർ വർക്ക്സ്. ഇത് ഒരു കംഫോർട്ടായോ ഒരു കൺസേണായോ എടുക്കാം. യഹൂദരും യമനന്മാർ അഥവാ ഗ്രീക്കുകാരും ഓറിയൻ്റൽ കൾച്ചേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് ഉള്ള പല ജാതികളും ജീവിച്ചിരുന്ന എഫസസിൽ ഫോൾസ് റിലീജിയൻ അഥവാ വ്യാജ വിശ്വാസത്തിൻ്റെ കേന്ദ്രമായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ സഭകൾക്ക് പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നു. അവരുടെ സഭാ ശുശ്രൂഷകൾ, സുവിശേഷത്തെക്കുറിച്ച് ഉള്ള ശുഷ്കാന്തി, സുവിശേഷം മൂലമുള്ള അവരുടെ സഹനങ്ങൾ, ദുരുപദേശങ്ങളെ
തിരിച്ചറിഞ്ഞ് മാറ്റി നിർത്താനുള്ള അവരുടെ കഴിവ്, പരിശോധനകളുടെ സമയത്ത് അവർ കാണിക്കുന്ന സഹനശക്തി, ഇവയെല്ലാം എഫെസോസ് സഭയുടെ അനുമോദനങ്ങളിൽ ഉൾപ്പെടുന്നു. നമുക്ക് 2-ാം അധ്യായം 4 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. എഫെസോസിലെ വിശ്വാസികളുടെ പ്രവൃത്തിയും സഹിഷ്ണുതയും ഉപദേശകരമായ ശ്രേഷ്ഠതയും ഒക്കെ ഓർത്ത് അവരെ അനുമോദിച്ച ശേഷം ആദ്യ സ്നേഹം, ഫസ്റ്റ് ലവ്, അവരിൽ നിന്നും വിട്ടുപോയി എന്ന ഒരു കുറ്റാരോപണം കർത്താവ് അവരെ അറിയിക്കുന്നു. ഇതുമൂലം എഫെസോസ് ചർച്ചിനെ ലവ്ലെസ് ചർച്ച് എന്നറിയപ്പെടുന്നു. സഭയുടെ ആരംഭത്തിൽ അവർക്ക് ഉണ്ടായിരുന്ന ആഴമായ ദൈവസ്നേഹവും ശുഷ്കാന്തിയും സുവിശേഷത്തെക്കുറിച്ചുള്ള ശുഷ്കാന്തിയും മാറി ഇപ്പോൾ ആചാരങ്ങളിലും പ്രവൃത്തികളിലും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. They look good from outside, but they were empty inside because they lost their first love. അതുകൊണ്ട് 2 പ്രബോധനങ്ങളാണ് കർത്താവ് അവർക്ക് കൊടുക്കുന്നത്. ഒന്നാമതായി മാനസാന്തരപ്പെടുക, രണ്ടാമതായി ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. എഫെസോസ് ഒരു നിലവിളക്ക് പോലെ, ഒരു കാൻഡിൽ സ്റ്റിക്ക്, സുവിശേഷത്തിൻ്റെ പ്രകാശം നൽകുന്ന ഒരു സഭ ആയിരുന്നു. എന്നാൽ കാലക്രമേണ ആ പ്രകാശം കുറഞ്ഞുപോയി. അവർ മാനസാന്തരപ്പെട്ട് ഈ ആത്മീക മന്ദത മാറ്റി ആദ്യ സ്നേഹത്തിൽ തിരിച്ചു വന്നില്ല എങ്കിൽ അവരുടെ സഭയുടെ നിലനിൽപ്പിന് മാറ്റം സംഭവിക്കുമെന്ന് കർത്താവ് അവരോട് ശക്തമായ താക്കീത് നൽകുന്നു. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞ് കൊള്ളുവീൻ. എന്നാൽ കർത്താവിൻ്റെ സമ്മുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരും. ഇതുതന്നെയാണല്ലോ കർത്താവിന് ഇന്നത്തെ നമ്മുടെ സഭകളോടും പറയുവാനുള്ളത്. ആദ്യ സ്നേഹം മുറുകെ പിടിച്ച് ആത്മീക മന്ദത മാറ്റി തിരികെ വരിക. നമ്മുടെ സഭകളിൽ കർത്താവിനോടുള്ള ആദ്യ സ്നേഹം കാത്തുകൊള്ളുവാൻ കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് 6-ാമത്തെ വാക്യം വായിക്കാം. എങ്കിലും നിക്കലോദിയരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്. അത് ഞാനും പകയ്ക്കുന്നു. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ദ ടീച്ചിങ് ഓഫ് നിക്കലോദിയൻസ് എന്ന പദം വീണ്ടും വെളിപ്പാട് 2-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ പെർഗമോസ് ചർച്ചിലെ ചില വിശ്വാസികൾക്ക് എതിരായും ഉപയോഗിച്ചിട്ടുണ്ട്. ഇവർ ആരാണ് എന്ന് സ്പഷ്ടമായിട്ട് ബൈബിളിൽ പറഞ്ഞിട്ടില്ല എങ്കിലും അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ മേശകളിൽ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ, അതായത് ഡീക്കൻസ് അഥവാ സഭാ ശുശ്രൂഷകരായി തിരഞ്ഞെടുത്ത കൂട്ടത്തിൽ നിക്കലാസ് എന്ന ഒരാൾ ഉൾപ്പെട്ടിരുന്നു എന്ന് നമുക്ക് വായിക്കാം. ഈ ആൾ ക്രമേണ സത്യത്തിൽ നിന്നും പിന്മാറി തെറ്റായിട്ടുള്ള ഉപദേശങ്ങൾ പഠിപ്പിച്ച് ഒരു പിന്നോക്ക സഭയായി മാറി നിന്നേക്കാം. തന്നെത്താനെ സർവ്വ അധികാരവും പിടിച്ചടക്കി സഭാജനങ്ങളെ തെറ്റായ ഉപദേശങ്ങളിലേക്കും ആചാരങ്ങളിലേക്കും വഴിതെറ്റിക്കുന്ന ഒരു കൂട്ടർ. എന്തായാലും ആയിക്കൊള്ളട്ടെ, അവർ സഭയിലെ വിശ്വാസികളെ തെറ്റായ മാർഗങ്ങളിൽ നയിക്കുന്ന ഒരു കൂട്ടമായിരുന്നു എന്നതിന് സംശയമില്ല. എന്നാൽ എഫെസോസ് സഭ ഇങ്ങനെയുള്ള പിന്തിരിപ്പുകാരുമായി സഹകരിക്കാതെ അവരെ മാറ്റി നിർത്തിയെന്ന് അവരെക്കുറിച്ച് കർത്താവ് പ്രശംസയായി പ്രസ്താവിക്കുന്നു. അടുത്ത വാക്യത്തിൽ ഇങ്ങനെ ഉള്ളവരെ ഞാനും പകയ്ക്കുന്നുവെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. നമുക്ക് 7-ാമത്തെ വാക്യം വായിക്കാം. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിൻ്റെ പറുദീസായിലുള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും. എഫെസസ് സഭയ്ക്ക് ഉള്ള ദൂത് ഒരു അനുഗ്രഹിക്കപ്പെട്ട വാഗ്ദാനത്തോടുകൂടി ഇവിടെ അവസാനിക്കുന്നു. മതപരമായ പീഡനങ്ങളും കഷ്ടതകളും സഹിച്ച് അനുതാപത്തോടെ
ആദ്യ സ്നേഹത്തിലേക്ക് തിരിഞ്ഞു വന്നാൽ ദൈവത്തിൻ്റെ പറുദീസ അഥവാ സ്വർഗത്തിലുള്ള ജീവവൃക്ഷത്തിലെ ഫലങ്ങൾ അവർ പ്രാപിക്കും എന്ന പ്രോമിസ് കർത്താവ് അവർക്ക് നൽകുന്നു. ദ ട്രീ ഓഫ് ലൈഫ്, ജീവവൃക്ഷം, ബൈബിളിൽ നാം ആദ്യമായി കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 9-ാം വാക്യത്തിലും 3-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിലും നാം കാണുന്ന ഏദൻ തോട്ടത്തിൽ വെച്ചാണ്. പിന്നീട് വെളിപ്പാട് 22-ാമത്തെ അധ്യായം 2-ാം വാക്യത്തിലും ഇത് ആവർത്തിച്ചിരിക്കുന്നു. സ്വർഗത്തിൽ എപ്പോഴും അധികം ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷത്തെ നാം അവിടെ കാണുന്നു. ഇത് സ്വർഗത്തിൽ കർത്താവിൻ്റെ കൂടെയുള്ള നിത്യജീവൻ്റെ പ്രതീകമാണ്. എത്ര വലിയ ഒരു ഭാഗ്യാവസ്ഥയാണ് ഈ വാഗ്ദാനം! അതിൽ പങ്കാളികളാകുവാൻ ദൈവം നമുക്കും ക്ഷണം നൽകുന്നു. ആ ജീവവൃക്ഷത്തിൻ്റെ ഫലങ്ങൾ ഭക്ഷിച്ച് കർത്താവിൻ്റെ കൂടെ നിത്യവാഴ്ചയിൽ പങ്കാളികളാകുവാൻ ദൈവം നമ്മളെയും സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മുടെ ചർച്ചസ് സന്ദർശിച്ചാൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്തായിരിക്കും എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? മനുഷ്യരെ ആകർഷിക്കുന്ന സംഗതികൾ കണ്ട് യേശു കർത്താവിന് മതിപ്പ് വരുമോ? നമ്മുടെ ചർച്ച് ബിൽഡിങ്ങിൻ്റെ വലിപ്പമോ കോൺഗ്രിഗേഷൻ്റെ വലിപ്പമോ കണ്ട് കർത്താവിന് മതിപ്പ് വരുമോ? യേശു ക്രിസ്തുവിന് നമ്മുടെ ചർച്ചിനെക്കുറിച്ച്, സഭയെക്കുറിച്ച് ഉള്ള അഭിപ്രായം എന്തായിരിക്കും? എഫെസോസ് സഭയെപ്പോലെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും നമുക്ക് ഉണ്ടോ? ഉണ്ട് എങ്കിൽ എഫെസോസ് സഭയോട് പറയുന്നത് പോലെ ദൈവം ഇന്ന് നമ്മോടും പറയുന്നു, ഐ നോ, ഞാൻ അറിയുന്നു. എഫെസോസ് സഭയോട് പറഞ്ഞതുപോലെ നമ്മുടെ ആദ്യ സ്നേഹം നാം വിട്ടുകളഞ്ഞിട്ടുണ്ടോ? അതോ മുറുക്കെ പിടിച്ചിട്ടുണ്ടോ? മുറുക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മോട് പറയുന്നു, ഐ നോ, ഞാൻ അറിയുന്നു. ഇല്ല എങ്കിൽ ദൈവം നമ്മോട് എഫെസോസ് സഭയോട് ആവശ്യപ്പെട്ടതുപോലെ പറയുകയാണ്, മാനസാന്തരപ്പെടുക, നിൻ്റെ ആദ്യ സ്നേഹം നീ തിരിച്ചു പിടിക്കുക. അല്ലാഞ്ഞാൽ എന്തു സംഭവിക്കുമെന്ന് എഫെസോസ് സഭയോട് പറയുന്നത് പോലെ നമ്മോടും പറയുന്നു, ഞാൻ വരികയും നിൻ്റെ നിലവിളക്ക് അതിൻ്റെ നിഴയിൽ നിന്ന് നീക്കുകയും ചെയ്യും. എഫെസോസ് സഭ നിക്കലോദ്യവരുടെ നടപ്പ് പകച്ചതുപോലെ നാമും വചനത്തിന് എതിരായിട്ടുള്ള ആരാധനകളും ജാതികളുടെ ആചാരങ്ങളും നമ്മുടെ ആലയങ്ങളിൽ നിന്നും ഭവനങ്ങളിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ടോ? ഉണ്ട് എങ്കിൽ ദൈവം നമ്മോട് പറയുന്നു, ഐ നോ, ഞാൻ അറിയുന്നു. ഇല്ല എങ്കിൽ കർത്താവ് നമ്മോട് പറയുന്നു, ഞാൻ അവ പകയ്ക്കുന്നു. അവ നിൻ്റെ ഹൃദയങ്ങളിൽ നിന്നും ഭവനങ്ങളിൽ നിന്നും ആലയങ്ങളിൽ നിന്നും മാറ്റി നിർത്തുക. എഫെസോസ് സഭയോട് പറയുന്നത് പോലെ യേശു കർത്താവ് നമ്മോടും പറയുകയാണ്, ജയിക്കുന്നവന് ഞാൻ ദൈവത്തിൻ്റെ പറുദീസയിലുള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും. അത് സ്വർഗത്തിൽ കർത്താവിൻ്റെ കൂടെയുള്ള നിത്യജീവൻ്റെ പ്രതീകമാണ്. അത് എത്ര വലിയൊരു ഭാഗ്യാവസ്ഥയാകുന്നു! ഈ വാഗ്ദാനങ്ങൾ ലഭിക്കുവാനും അതിൽ പങ്കാളികളാകുവാനും ദൈവം നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. അതിനായി നമുക്ക് ഓരോരുത്തരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കർത്താവിൻ്റെ കൃപ നമ്മുടെ കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ജനസിസ് 2-ാം അധ്യായം 9-ാം വാക്യം വായിച്ചാൽ അവിടെ വ്യക്തമായി യഥാർത്ഥത്തിലുള്ള ഒരു ഭൗതികമായ ജീവവൃക്ഷം ദൈവം നട്ടു എന്ന് നമുക്ക് വായിക്കാം. എന്നാൽ റെവലേഷൻ 2-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ നാം കാണുന്ന ജീവവൃക്ഷം ദൈവത്തിൻ്റെ പറുദീസായിലുള്ള പുനരുത്ഥാനത്തിന് മുമ്പുള്ള നിത്യജീവൻ്റെ വൃക്ഷമാണ്. എന്നാൽ റെവലേഷൻ 22-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം കാണുന്ന ജീവവൃക്ഷം ദൈവത്തിൻ്റെ പുതുക്കിയ പറുദീസായിൽ ദൈവവുമായുള്ള നിത്യ കൂട്ടായ്മയുടെയും നിത്യജീവൻ്റെയും പ്രതീകമാണ്. ഇവിടെ ജയിക്കുന്നവൻ എന്ന് 7-ാം വാക്യത്തിൽ പറയുന്നത് ആത്മീയ വെല്ലുവിളികൾക്ക് എതിരായി വിശ്വസ്തയോടെ തങ്ങളുടെ ക്രിസ്തീയ ജീവിതം തികയ്ക്കുന്നവരാണ്. ഇത് നമുക്ക് 2 തിമോത്തി 7-8 അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുന്നത് നമുക്ക് വായിക്കാം. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു,
ഇത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. പ്രൈസ് ദ ലോർഡ്. ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ലാക്ക് കർത്താവിൻ്റെ കൂടെ നിത്യതയിൽ വാഴുക എന്നതാണ്. വിശുദ്ധ പൗലോസിനെ പോലെ ഒരു വിശ്വാസി തൻ്റെ ഓട്ടം തികയ്ക്കുന്നത് കർത്താവിൻ്റെ കൂടെ നിത്യജീവൻ അനുഭവിക്കുവാനും കർത്താവിൻ്റെ കൂടെ നിത്യജീവൻ പ്രാപിക്കുവാനാണ്. ഈ പ്രാർത്ഥന നിങ്ങൾ നേരത്തെ ഏറ്റുപറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരു റീഡെഡിക്കേഷനായി കണക്കാക്കാം. എൻ്റെ കൂടെ നിങ്ങളും ഏറ്റുപറയുക. ലോർഡ് ജീസസ്, I know I am a sinner. I believe you died for my sins and rose again. I ask for your forgiveness and invite you to be my Lord and Savior. Amen. നിങ്ങൾ ഈ പ്രാർത്ഥന നിങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റുപറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവാത്മാവ് എഫെസോസ് സഭയോട് പറയുന്നത് പോലെ നമ്മളോടും ഇന്ന് പറയുന്നു. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിൻ്റെ പറുദീസായിലുള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും. ഇത് സ്വർഗത്തിൽ കർത്താവിൻ്റെ കൂടെയുള്ള നിത്യജീവൻ്റെ പ്രതീകമാണ്. എത്രയൊരു ഭാഗ്യാവസ്ഥയാണ് ഈ വാഗ്ദാനം. ഈ വാഗ്ദാനത്തിൻ്റെ പങ്കാളികളാകുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് റെവലേഷൻ 2-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള എഫെസോസിലെ സഭയ്ക്കുള്ള ദൂത് ഞാൻ ചുരുക്കമായി നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.